ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ പോത്തിൻ്റെ കൊട്ടില്ല, ഇറച്ചിക്കൊട്ട്, അങ്ങനത്തെ ഇറച്ചിയും കൊട്ടെല്ലാം മിക്സായ ഒരു ബീഫിൻ്റെ കൊട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ കറി വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അവിടുന്ന് മേങ്ങുമ്പോൾ തന്നെ ചെറിയ പീസാക്കിയിട്ട് മേങ്ങിനെ ഈ കൊട്ടെല്ലാം പിന്നെ കൊടുന്നിട്ട് നമ്മൾ പരയിൽ എങ്ങനെ അതിനെ പീസാക്കുന്നത്, നമുക്ക് പീസാക്കാനുള്ളൊരു സംവിധാനമൊന്നും ഉണ്ടാവില്ലല്ലോ പുരയിലാകുമ്പോൾ. അവരാകുമ്പോൾ അവിടുന്ന് അതിൻ്റെ മരത്തിൻ്റെ കട്ടയിലെല്ലാം വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള കത്തിയിൽ പാങ്ങലെ കൊത്തിയിട്ട് കട്ടാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് തരുന്നു. അപ്പോൾ അതിനെ നമ്മൾ പാങ്ങലെ പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് നല്ല പാങ്ങലെ അതിനെ ഓരോന്നേ പീസ് എടുത്തിട്ട് വൃത്തിയാക്കാം. എന്നിട്ട് നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിലാണ് വേവിക്കുന്നത്. അങ്ങനെ കുക്കറിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചിന്, പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും ചെറുതായിട്ട് മുറിച്ചത് എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സാക്കാം. എന്നിട്ട് മിക്സാക്കിയിട്ടായിട്ട് നമുക്ക് ഒന്ന് കുക്കറിൽ വേവാൻ വെക്കുന്നില്ല. പാങ്ങല കുറച്ച് നേരം ഒരു 5-6 വിസിലാവുന്ന പോലെ ആത്തോളം വേവിക്കണം. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും മുളകെല്ലാം ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടായിട്ട് നമ്മൾ ഈ വേവിച്ച് പഠിച്ച ഇതുണ്ടല്ലോ ബീഫ് കൊട്ട്, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കൊട്ട് കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരെല്ലാം ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കൊട്ട് കറിക്ക് ഇന്ന് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നെയ്ച്ചോറും കൊട്ട് കറിയും ഇന്ന് ഉച്ചക്ക് കുശാലായി. അപ്പോൾ നല്ല അടിപൊളി കറിയാണ്, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.